ചർച്ച ചെയ്യേണ്ടത് ഡോക്ടർമാർക്ക് ന്യായീകരിക്കാൻ വേണ്ടി നമ്മൾ ചർച്ച നടത്തുന്നത് തോന്നുന്നു. എനിക്ക് രണ്ട് കാര്യം പറയാൻ വേണ്ടിയുള്ളൂ. ഒന്ന്, ഇതിൽ രാഷ്ട്രീയമുണ്ട്, ഈ ചർച്ചയിൽ രാഷ്ട്രീയമുണ്ട്. രണ്ട്, നടന്ന കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യണം. കാരണം കേരളത്തിൽ നിങ്ങൾ നോക്കി, ഇപ്പം നിങ്ങളെടുത്ത് നോക്കിയോ, എയർപോർട്ട്, നെടുമ്പാശ്ശേരി എയർപോർട്ട് അടക്കമുള്ള ഒരു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലിയ ഫ്ലെക്സാണ് കേരളം ആരോഗ്യത്തിൽ 1-ാം നമ്പർ. അതായത് കേരളത്തിന് ആരോഗ്യത്തിൽ എന്തെങ്കിലും മികവുണ്ടാകുമ്പോൾ അത് തങ്ങളുടെ നേട്ടമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ അർഷന ഇരിക്കുന്നില്ലേ, ആ മോളി കൊച്ചുകുട്ടി ഇരിക്കുന്നില്ലേ, അപ്പുറം സനൂപ് ഇരിക്കുന്നില്ലേ, ഇവരുടെയൊക്കെ ഇതിനോട് ഉത്തരവാദിത്തം മുഖ്യമന്ത്രി എടുക്കണമെന്നല്ല, കേരള സർക്കാർ എടുക്കണമെന്നേ. കേരളത്തിന് നല്ലത് സംഭവിച്ചാൽ അതല്ല ഞങ്ങളുടെയും, മോശം സംഭവിച്ചാൽ അതല്ല സിസ്റ്റത്തിന്റെ, അല്ല മുഴുവൻ ആൾക്കാരുടെയും എന്നുള്ളൊരു ന്യായീകരണവുമായിട്ട് വരരുത്. നോക്കൂ, ഇവിടെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഒരു 35 വയസ്സ് താഴെയുള്ള ആൾക്കാരാണ്. ഈ ചെറുപ്പക്കാരുടെ ജീവിതം ഇനി എന്താ? ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോഴാണ് സനൂപ് എൻ്റെ മുമ്പിൽ നടന്നുകൊണ്ട് വരിക. ഞാൻ നടന്നതുപോലെ തന്നെ 2-3 വർഷം മുമ്പ് നടന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാവരും നടന്നതുപോലെ 2-3 വർഷം മുമ്പ് നടന്ന ആളാണ് സനൂപ്. 37 വയസ്സാണ്. ഇപ്പൊ അയാൾക്ക് നടക്കണമെങ്കിൽ എന്താ? അമ്മ കൈ പിടിക്കണം. ഇതിനകത്ത് ഇവരുടെ ഈ മെഡിക്കൽ ടേംസ് പറഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചിടേണ്ട കാര്യം? നമ്മൾ ഫുട്ബോൾ കളിക്കുന്ന ഒരു ഡോക്ടർ ഈ ടേം അങ്ങോട്ട് പറയും, ഒരു ഡോക്ടർ ഈ ടേം അങ്ങോട്ട് പറയും. സിസ്റ്റത്തിന് പരാജയം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ ഇരിക്കുന്ന ഹർഷീനെ കൊണ്ട് 5 വർഷം അവർ വയറ്റിൽ കത്രിക വെച്ചിട്ടുണ്ടെന്ന് ചെറിയ കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ന്യായീകരിക്കുന്ന ഏതെങ്കിലും ഒരു ഡോക്ടർ അവരുടെ ശരീരത്തിൽ 5 വർഷം ഒരു കത്രിക വെച്ചുകൊണ്ട് നടന്നു നോക്കിയേ? നിങ്ങൾക്ക് ടെക്നിക്കൽ ടൈം പറയാൻ ഒരുപാടുണ്ട്, ഇഷ്ടം പോലെ നിങ്ങൾ പറയും, കാരണം നിങ്ങൾ പഠിച്ചവരാണ്. നിങ്ങൾ ഞാൻ ഡോക്ടറല്ല, ഞാൻ താങ്കളല്ല പറഞ്ഞത്. ഞാൻ പറയട്ടെ ഇതാണ് സോളിഡാരിറ്റി, ഇതാണ്. അതുകൊണ്ടാണ് എനിക്ക് സമയം വേണം ഞാൻ പറഞ്ഞത്. ഇവർക്ക് പറയാൻ ഇഷ്ടം പോലെ ടെക്നിക്കൽ ടൈംസ് ഉണ്ടാവും. പക്ഷേ ഹർഷീനയുടെ വയറ്റിൽ 5 വർഷം ഈ കത്രിക ഇരുന്നുള്ള യാഥാർത്ഥ്യമാണ്. ഉഷ മറ്റേ നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അവരുടെ വയറ്റിൽ 5 വർഷം കത്രിക ഇരുന്നു എന്നുള്ളതും മൂത്രം ഒഴിക്കാൻ നേരത്ത് മൂത്രത്തിന്റെ കൂടെ ചോര പോയി എന്നുള്ളതും സത്യമാണ്. അതിനെന്താ പ്രതിസന്ധി? ഈ കുട്ടിക്ക് അത്ര 9 വയസ്സുണ്ട്, വിനോദിനി 9 വയസ്സുണ്ട്. ആ കുട്ടിക്ക് എന്താണ്? ഇവിടെ ഒരു ഡോക്ടർ മാത്രം അതിനകത്ത് പറഞ്ഞു കുട്ടിക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ട് കൈയുടെ കാര്യം ചെയ്യുമെന്ന് പറഞ്ഞു. ബാക്കി സനൂപ് ആയിക്കോട്ടെ, അവിടെ ഇരിക്കുന്ന ഇവരുടെയൊക്കെ അവസ്ഥ എന്താണ്? ഇതിനെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യണം. അതിനകത്ത് ഈ ടെക്നിക്കൽ ടൈം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അടുത്ത കാര്യം, ഇതിനകത്ത് ഇത്രയും കാലം കേരളത്തിലെ പിണറായി വിജയൻ അല്ലെങ്കിൽ നമ്മുടെ LDF ഗവൺമെന്റിന്റെ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കണമെന്നേ. പിന്നെ ഇന്ത്യയുമായി ഇവരുടെ എല്ലാവരുടെയും പ്രശ്നമാണ്. ഞാൻ പൊളിറ്റിക്സ് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. 140 കോടി ജനമുണ്ട്. അത് ഇവർ ഒരിക്കൽ ഭരിച്ച് വെസ്റ്റ് ബംഗാളും ത്രിപുരയൊക്കെ എവിടെയാണ്? വെസ്റ്റ് ബംഗാളിൽ എത്ര ജയിക്കെ ഒന്ന് പറഞ്ഞേ? ഈ ത്രിപുരയിൽ എത്രയാന്ന് പറഞ്ഞ് കേരളത്തിൽ ടോപ്പിക്കിൽ നിന്ന് പുറത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ കേരള രൂപീകൃതം 56-ലെ കേരളത്തിന് സാക്ഷരത 50% മേലെയാണ്. അന്ന് ഈ രാജ്യത്തിന്റെ മുഴുവൻ ആവറേജ് സാക്ഷരത എന്ന് പറയുന്നത് 20-30 ഉള്ളൂ. അപ്പൊ ആ കാലം തൊട്ടേ നമ്മൾ പല കാര്യത്തിലും മുമ്പിലാണെന്നേ. ഇത് മലയാളികൾ എന്തെങ്കിലും കുറച്ച് പഠിച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ആരോഗ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് കൂടുതലാണെങ്കിൽ അതെല്ലാം ഞങ്ങളുടെയാണെന്നും പറഞ്ഞ് വരുന്ന പൊളിറ്റിക്സ് പറഞ്ഞാൽ ഇവിടെയും പൊളിറ്റിക്സ് പറയേണ്ടി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.